ഇയ്യോബ് 8:15 വായിച്ചു. അവൻ തന്റെ വീട്ടിനെ ആശ്രയിക്കും, അതോ നിൽക്കയില്ല. അവൻ അതിനെ മുറുകെ പിടിക്കും, അതോ നിലനിൽക്കയില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമായി. വചനത്തിനായി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. രംഗം നട്ടുച്ച നേരം CCTV ഒപ്പിയെടുത്ത ഹൃദയഭേദകമായ ഒരു രംഗമാണ്. നട്ടുച്ച നേരത്തെ വീടിന്റെ ഉമ്രത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ ശാന്തമായി എന്തോ ആലോചിച്ച് കാറ്റുകൊള്ളുക. അയാളുടെ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം അദ്ദേഹം ഒരു സാധുവാ. ഇതൊക്കെ ആലോചിച്ച് ശാന്തമായി ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈറ്റപ്പുലിയെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നു. കാരിരുമ്പിന്റെ കരുത്തുള്ളതെന്റെ മുഷ്ടി ചുരുട്ടിയ വൃദ്ധന്റെ മുഖത്തേക്ക് 1 അല്ല 9 അതിലുപരി തവണ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ആ വൃദ്ധന്റെ മൂക്കിന്റെ അസ്ഥി പൊട്ടി ചോര കുതിച്ചു പായുകയാണ്. ഇടിയുടെ ആഘാതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വൃദ്ധൻ ഒരു മരം ചരിയുന്ന പോലൊരു വശത്തേക്ക് ചരിഞ്ഞു. പെട്ടെന്ന് കുറെ ആളുകൾ ഓടി വന്ന് അദ്ദേഹത്തെ താങ്ങിയെടുത്തു. ഇടിച്ചയാളെ പിടിച്ചു മാറ്റി. വീടിയോടെ നിന്നു. എനിക്കൊരാശങ്ക, അയ്യോ അയാൾക്ക് എന്ത് പറ്റി കാണും. 1 മണിക്കൂർ ശേഷം ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് അതേയാൾ ബാക്കി ഭാഗം പോസ്റ്റ് ചെയ്തു. വീഡിയോ അല്ല, ഒരു വാർത്ത. 1 മണിക്കൂർ മുമ്പ് നടന്ന ഇടിയുടെ ആഘാതത്തിൽ ആ വൃദ്ധനായ മനുഷ്യൻ കൊല്ലപ്പെട്ടു. എന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞുപോയി, കണ്ണൊന്നും നനഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കൊല്ലപ്പെട്ട വൃദ്ധൻ ആരാ? ഇടിച്ചു കൊലപ്പെടുത്തിയത് ആരാ? ഇടിച്ചു കൊലപ്പെടുത്താനുള്ള കാരണം എന്താ? അതാ എന്നെ ചിന്തിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യ അക്ഷരം പകർന്നു കൊടുത്ത് ആദരണീയനും അനുഗ്രഹീതനുമായ ഒരു റിട്ടയർഡ് അധ്യാപകൻ. ഇടിച്ചു കൊലപ്പെടുത്തിയതാര്? അവരിനോ അയൽവാസിയല്ല. തന്റെ ചോരയിൽ പറന്ന് താൻ വാത്സല്യത്തോടെ ഓമനിച്ചു വളർത്തിക്കൊണ്ടുവന്ന തന്റെ ഇളയ മകൻ. ഇടിച്ചു കൊലപ്പെടുത്താനുള്ള കാരണമെന്ത്? വസ്തുവിനെ കുറിച്ചുള്ള തർക്കം, സ്വത്തിനെ കുറിച്ചുള്ള തർക്കം, സമ്പത്തിനെ കുറിച്ചുള്ള തർക്കം. കണ്ടോ? വസ്തുവിന്റെയും സമ്പത്തിന്റെയും സ്വത്തിന്റെയും പേരിൽ ജനിപ്പിച്ച അപ്പനെ പോലും ജന്മം കൊടുത്ത അമ്മയെ പോലും ഇല്ലാതാക്കാൻ മടി കാണിക്കാത്ത മൂല്യച്യുതി ബാധിച്ച തലമുറയെ കൊണ്ട് നിറയപ്പെട്ട ഈ വല്ലാത്ത ലോകത്തിൽ പാർക്കുന്ന ദൈവമക്കളോട് തിരുവെടുത്തു പറയുന്നത്, നിങ്ങൾ ഇതിനെ മുറുകെ പിടിക്കരുത്.